നമസ്കാരം. നൂർഖാനിലെയും മുറേദിലെയും റഫീഖിലെയും വ്യോമതാവളങ്ങൾ ആക്രമിക്കപ്പെട്ടെന്ന് സമ്മതിച്ചുകൊണ്ട് പാകിസ്ഥാൻ എത്തുകയാണ്. പാകിസ്ഥാന്റെ 8 നഗരങ്ങളെ കത്തിച്ച് ഇന്ത്യൻ മിസൈലുകളും എത്തുന്നു. ഇസ്ലാമാബാദ്, ലാഹോറും ഉൾപ്പെടെ 5 പാകിസ്ഥാൻ നഗരങ്ങളിൽ സ്ഫോടനങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോൾ ഭയന്ന് വിറച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ കറാച്ചി നഗരം എന്ന് പറയാം. തിരിച്ചടി കിട്ടിയെന്ന് സമ്മതിക്കേണ്ട അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ നീങ്ങി. പാക് സൈനിക താവളങ്ങളിൽ ആക്രമണം പാകിസ്ഥാൻ തന്നെ സ്ഥിരീകരിച്ചു. നൂർഖാൻ, മുരീദ്, റഫീഖി വ്യോമതാവളങ്ങൾ ആക്രമിക്കപ്പെട്ടെന്ന് പാക് സൈന്യം അറിയിച്ചു. ആക്രമണം നടത്തിയത് ഇന്ത്യയാണെന്നും പാകിസ്ഥാൻ പറഞ്ഞു. ശക്തമായി തിരിച്ചടിക്കുമെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കി. പാകിസ്ഥാന്റെ 8 നഗരങ്ങളിൽ ഇന്ത്യൻ മിസൈൽ വീണെന്നാണ് സൂചന. ഇസ്ലാമാബാദും ലാഹോറും ഉൾപ്പെടെ 5 പാകിസ്ഥാൻ നഗരങ്ങളിൽ സ്ഫോടനങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുണ്ട്. ഇസ്ലാമാബാദ്, ലാഹോർ, ഷോർട്ട്കോട്ട്, ധാങ്, രാവൽപിണ്ടി എന്നിവിടങ്ങളിലാണ് സ്ഫോടനങ്ങൾ നടന്നതെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു. ഷോർട്ട്കോട്ടിലെ റഫീഖി വ്യോമതാവളത്തിന് സമീപം സ്ഫോടനം നടന്നതായി വിവരമുണ്ട്. റാവൽപിണ്ടി വ്യോമതാവളത്തിൽ ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തിയതായും പാകിസ്ഥാൻ സൈന്യം ആരോപിച്ചു. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി. തിരിച്ചടി ശക്തമാക്കിയ സാഹചര്യത്തിൽ സൈന്യം വാർത്താ സമ്മേളനം പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് മാറ്റുകയായിരുന്നു. അതേസമയം സംഘർഷം രൂക്ഷമാകുന്നതിനിടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ പാകിസ്ഥാൻ ഡ്രോണുകൾ അയച്ചു. വെള്ളിയാഴ്ച ഇന്ത്യയിലെ 26 നഗരങ്ങൾ കേന്ദ്രീകരിച്ച ആക്രമണം ശ്രമമുണ്ടായി. ജമ്മു കശ്മീരിലെ ബാരാമുള്ള മുതലുള്ള ഗുജറാത്തിലെ ഭുജ് വരെയുള്ള സ്ഥലങ്ങളിൽ ഡ്രോണുകൾ എത്തിയെന്ന് സേനാ വിഭാഗങ്ങൾ അറിയിച്ചു. ഇതിനുള്ള തിരിച്ചടിയാണ് പാകിസ്ഥാനിലേക്ക് ഇന്ത്യ നടത്തിയത്. ഇത് കിറുകൃത്യമായി തന്നെ രാജസ്ഥാനിലെ ജയ്സൽമീർ 9 ഡ്രോണുകളും ബാർമറിൽ 1 ഡ്രോണും ഇന്ത്യ വെടിവെച്ചിട്ടുണ്ട്. അമൃത്സറിലെ വിവിധ ഇടങ്ങളിൽ 15ഓളം ഡ്രോണുകൾ എത്തിയതായാണ് റിപ്പോർട്ടുകളുള്ളത്. എന്നാൽ പാക് ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി പ്രതിരോധിച്ചു. ജമ്മു കശ്മീരിലെ സാംബ, രജൌരി, ജമ്മു മേഖലകളിലും പഞ്ചാബിലെ പത്താൻകോട്ട്, അമൃത്സർ മേഖലകളിലും പാക് ഡ്രോണുകൾ എത്തി. വടക്കൻ കശ്മീരിലെ കുപ്വാര, സാംബ, പൂഞ്ച്, ഉറി മേഖലകളിൽ കനത്ത വെടിവെപ്പുണ്ടായതാണ് റിപ്പോർട്ട്. വെള്ളിയാഴ്ച രാജ്യത്തെ വിവിധയിടങ്ങളിൽ പാക് ഡ്രോണുകൾ ആക്രമണം നടത്തിയത് പിന്നാലെ ശക്തമായി ഇന്ത്യ തിരിച്ചടിക്കുകയാണെന്ന് പ്രതിരോധ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനയുണ്ട്. ജമ്മു സെക്ടറിന്റെ മറുഭാഗത്താണ് ഇന്ത്യയുടെ തിരിച്ചടി. അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുകയാണ്. അതേസമയം പാക് ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർണായക യോഗം വിളിച്ചു ചേർത്തു. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. നേരത്തെ കര, വ്യോമ, നാവികസേനകളുടെ മേധാവികളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ജമ്മു കശ്മീർ, രാജസ്ഥാൻ, ഗുജറാത്ത്, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലെ വിവിധ നഗരങ്ങൾക്കു നേരെയായിരുന്നു വെള്ളിയാഴ്ച പാക് ഡ്രോൺ ആക്രമണങ്ങൾ നടന്നത്. ഇന്ത്യയിലെ 26ഓളം നഗരങ്ങൾ ലക്ഷ്യമിട്ടതാണ് വിവരം.